ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേടെക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി 1 ഫെബ്രുവരി 2020 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി 10 എണ്ണമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സൈക്കോളജിയുടെ ക്ലാസ് കാണാത്തവർ ചാനലിൽ കയറിയിട്ട് ക്ലാസ് കാണുക, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ കണ്ടു നോക്കുക കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഒരു പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ചോക്ക് ബോർഡിൽ ഒരു അക്ഷരം എഴുതി. അത് ഉറക്കെ ഉച്ചരിക്കുകയും അത് കുട്ടികളോട് പിന്തുടരുവാനും ആവർത്തിക്കുവാനും ആവശ്യപ്പെട്ടു. ക്രമേണ കുട്ടികൾ ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും പഠിച്ചു. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത്. ഒന്നുകൂടെ വായിക്കാം. ഒരു പ്രൈമറി ക്ലാസ്സിലെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ചോക്ക് ബോർഡിൽ ഒരു അക്ഷരം എഴുതി. അത് ഉറക്കെ ഉച്ചരിക്കുകയും അത് കുട്ടികളോട് പിന്തുടരുവാനും ആവർത്തിക്കുവാനും ആവശ്യപ്പെട്ടു. ക്രമേണ കുട്ടികൾ ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും പഠിച്ചു. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത് എന്ത് മാർഗമാണ്? ഓപ്ഷനിൽ നോക്കിക്കേ. ഇവിടെ കുട്ടികളോട് പിന്തുടരുവാനും ആവർത്തിക്കുവാനും ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ആ അക്ഷരവും അതിൻ്റെ ഉച്ചാരണവും ക്രമേണ അവർ പഠിച്ചു വരുന്നുണ്ട് അല്ലേ? തുടർച്ചയായിട്ട് ഓരോ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചു വരുന്നുണ്ട്. അപ്പം ഇവിടെ ഏത് മാർഗമാണ് സ്വീകരിച്ചത്? ഏതായിരിക്കും? ഓപ്ഷൻ ബി, പൗരാണികാനുബന്ധനം. പൗരാണികാനുബന്ധനം കേട്ടിട്ടില്ലേ? അനുബന്ധന സിദ്ധാന്തം ആരുടേതാണ്? അനുബന്ധന സിദ്ധാന്തം ആരുടേതാണ്? പാവ്ലോവ് അല്ലേ? പൗരാണികാനുബന്ധന സിദ്ധാന്തം, അനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവിൻ്റെതാണ് അല്ലേ? എന്താണ്? സ്ഫടികക്കൂട്ടിലെ അടച്ച വിശന്ന പട്ടിക്ക് ഇറച്ചി നൽകുന്നതോടൊപ്പം മണിനാദവും കേൾപ്പിച്ച് നടത്തിയ പരീക്ഷണമാണ് അദ്ദേഹത്തെ പ്രസിദ്ധമായ അനുബന്ധന സിദ്ധാന്തത്തിന് രൂപീകരണത്തിന് സഹായിച്ചത്. പട്ടിയെ സ്ഫടികക്കൂട്ടിൽ അടിച്ചിട്ടുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ അനുബന്ധന രീതി ആയതുകൊണ്ടാണ് ഇതിനെ പൗരാണികാനുബന്ധനം അഥവാ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ക്ലാസ് മുറിയിൽ ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നൽകുന്നു. ഇവിടെ ഏത് തരം വ്യക്തി വ്യത്യാസങ്ങളാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പരിഗണിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാം. ക്ലാസ് മുറിയിൽ ഓരോ കുട്ടിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നൽകുന്നു. ഇവിടെ ഏത് തരം വ്യക്തി വ്യത്യാസങ്ങളാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പരിഗണിക്കുന്നത്? എന്താണ് വ്യക്തി വ്യത്യാസം അഥവാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് സമാനമായിരിക്കും, എന്നാൽ മറ്റു ചില കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. അതായത് എല്ലാവരും ഒരുപോലെയാണോ? അല്ല അല്ലേ? വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ബി, ബുദ്ധി. ഓപ്ഷൻ ബി, ബുദ്ധി അല്ലേ? വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ കേളികൾ എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഇവിടെ ബുദ്ധിയാണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ഇന്നത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അന്തർനിരീക്ഷണം എല്ലാത്തരം കുട്ടികളിലും നടത്താവുന്നതാണ്.
ഓപ്ഷൻ ബി, അപസാമാന്യ വ്യക്തികളിൽ അന്തർനിരീക്ഷണം എളുപ്പത്തിൽ നടത്താവുന്നതാണ്. ഓപ്ഷൻ സി, അന്തർനിരീക്ഷണം വഴി ശേഖരിച്ച ദത്തങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കും. ഓപ്ഷൻ ഡി, മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു രീതിയാണ് അന്തർനിരീക്ഷണം. അപ്പം എന്താണ് അന്തർനിരീക്ഷണം? അന്തർനിരീക്ഷണം അഥവാ ഇൻട്രോസ്പെക്ഷൻ ആത്മനിഷ്ഠാരീതി അല്ലെങ്കിൽ ആത്മപരിശോധനാ രീതി എന്നും പറയും. മനഃശാസ്ത്ര പഠന രീതികളിൽ വരുന്നതാണ് ആത്മപരിശോധനാ രീതി. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി, മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് അന്തർനിരീക്ഷണം അഥവാ ആത്മപരിശോധനാ രീതി. അന്തർനിരീക്ഷണം, ആത്മനിഷ്ഠാ രീതി, ആത്മപരിശോധനാ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഇൻട്രോ ആൻഡ് ആസ്പെക്ഷൻ എന്നീ ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഒരു വ്യക്തി സ്വയം പരിശോധിക്കുന്ന രീതിയാണ് ആത്മപരിശോധനാ രീതി. ഒരു വ്യക്തി സ്വയം പരിശോധിക്കുന്ന രീതി ഏറ്റവും പഴയ മനഃശാസ്ത്ര പഠന രീതിയാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ്? വില്യം വൂണ്ട്. ചീപ്പസ്റ്റ് മെത്തേഡ് ഓഫ് സൈക്കോളജി ആണ് ആത്മനിഷ്ഠാ രീതി അഥവാ അന്തർനിരീക്ഷണം. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഇടകലർത്തി എഴുതൽ, ക്രമരഹിതമായ വലുപ്പത്തിലുള്ള അക്ഷരങ്ങളും അടയാളങ്ങളും, പൂർത്തീകരിക്കാത്ത അക്ഷരങ്ങൾ, സ്പഷ്ടതയുടെ അപര്യാപ്തത, പൂർത്തീകരിക്കാത്ത വാക്കുകളും നിരവധി വിട്ടുകളയലുകൾ എന്നിവ രാഹുലിൻ്റെ നോട്ട് പുസ്തകത്തിലെ ചില തെറ്റുകളാണ്. രാഹുൽ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഇടകലർത്തി എഴുതൽ, ക്രമരഹിതമായ വലുപ്പത്തിലുള്ള അക്ഷരങ്ങളും അടയാളങ്ങളും, പൂർത്തീകരിക്കാത്ത അക്ഷരങ്ങൾ, സ്പഷ്ടതയുടെ അപര്യാപ്തത, പൂർത്തീകരിക്കാത്ത വാക്കുകളും നിരവധി വിട്ടുകളയലുകൾ എന്നിവ രാഹുലിൻ്റെ നോട്ട് പുസ്തകത്തിലെ ചില തെറ്റുകളാണ്. അപ്പോൾ രാഹുൽ ഒരു എന്ത് വൈകല്യമുള്ള കുട്ടിയാണ്? ഓപ്ഷൻസിൽ നോക്കിക്കേ, എന്ത് വൈകല്യമുള്ള കുട്ടിയാണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ആലേഖന വൈകല്യമുള്ള കുട്ടിയാണ്. എഴുത്തിലല്ലേ മിസ്റ്റേക്ക് ഒക്കെ വരുന്നത്? ഡിസ്ഗ്രാഫിയ അഥവാ എഴുത്തിലാണ് വൈകല്യം വരുന്നത്. എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇടകലർത്തി എഴുതൽ, അക്ഷരങ്ങളും അടയാളങ്ങളും അതുപോലെ തന്നെ വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ എഴുത്തിലാണ് മിസ്റ്റേക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? ആലേഖന വൈകല്യമുള്ള കുട്ടിയാണ് അഥവാ ലേഖനം, ഡിസ്ഗ്രാഫിയ എഴുത്ത്. ഇത് ലേണിംഗ് ഡിസബിലിറ്റീസ് അഥവാ പഠന വൈകല്യം എന്ന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പുരോഗനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നത്. പുരോഗനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നത്. ഓപ്ഷൻ 4 തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ 1, 2, 3 എന്നിവ മാത്രം, 1, 2, 4 എന്നിവ മാത്രം, 2, 3, 4 എന്നിവ മാത്രം, 1, 2, 3, 4 എന്നിവയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന 4 ഏതൊക്കെയാണ് വരുന്നതെന്ന് ഒന്ന് നോക്കി നോക്കുക കേട്ടോ. ഏതാണ്? ചെയ്തു പഠിക്കുന്നതിന് പ്രാമുഖ്യം, സഹകരണ പഠനവും സഹവർത്തിത പഠനവും പ്രോത്സാഹിപ്പിക്കൽ. പാഠപുസ്തകങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകൽ വരുമോ? ഇല്ലല്ലേ. പാഠപുസ്തകങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകിയിട്ടുള്ള പഠന രീതി ഇപ്പോൾ ഇല്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി വരില്ല. പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും പ്രാമുഖ്യം നൽകൽ. ഏതൊക്കെയാണ് വരുന്നത്? 1, 2, 4. സി വരുന്നില്ല കേട്ടോ. ആൻസർ ഒന്നുകൂടി പറയാം. എ, ചെയ്തു പഠിക്കുന്നതിന് പ്രാമുഖ്യം. ബി, സഹകരണ പഠനവും സഹവർത്തിത പഠനവും പ്രോത്സാഹിപ്പിക്കൽ. ഡി, പ്രശ്ന നിർദ്ധാരണത്തിനും വിമർശനാത്മക ചിന്തയ്ക്കും പ്രാമുഖ്യം നൽകൽ. ഇവിടെ സി വരുന്നില്ല.
എ, ബി, ഡി ആണ് വരുന്നത്. സി, പാഠപുസ്തകങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകിയിട്ടുള്ള പഠന രീതി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ഒഴികെ ബാക്കിയൊക്കെ എന്താണ്, പുരോഗനാത്മക വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നതാണ്. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, അതായത് 2016 ആക്റ്റിൽ ഉൾപ്പെടാത്തത്. ഒന്നുകൂടെ വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ആക്റ്റിൽ ഉൾപ്പെടാത്തത്. റൈറ്റ്സ് ഓഫ് പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റി ആക്ട് എന്താണ്? RPWD ആക്ട്. എന്താണ്? RPWD ആക്ട് 2016 ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ഓപ്ഷൻസ് നോക്കിക്കേ. HIV രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിസ്റ്റിൽ വൈകല്യങ്ങളുടെ എണ്ണം 7 നിന്നും 21 ഉയർത്തിയിട്ടുണ്ട്. ആസിഡ് ആക്രമണത്തിൽ നിന്ന് അതിജീവിച്ചവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലാമിസിയ, ഹിമോഫീലിയ, സിക്കിൾ സെൽ ഡിസീസസ് എന്നിവയെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേതാ? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചിട്ടുള്ളത്? HIV രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻസർ എന്താ വരുന്നത്? HIV രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ HIV രോഗികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ 2016 ആക്ട് പ്രകാരം HIV രോഗികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. PWD ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരാം. PWD ആക്ട് 1995 ആദ്യം എത്ര ഉണ്ടായിരുന്നുള്ളത്? 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. 7. RPWD ആക്ട് 2016 പ്രകാരം പുതുക്കിയത് 21. അപ്പം നമ്മൾ ഓപ്ഷൻ ബി നോക്കിക്കേ. ലിസ്റ്റിൽ വൈകല്യങ്ങളുടെ എണ്ണം 7 നിന്നും 21 ഉയർത്തിയിട്ടുണ്ട്. അത് ശരിയാണല്ലേ? അതുപോലെ PWD ആക്ട് 2005 പരിഷ്കരിച്ചതിനെ തുടർന്ന് വിവിധ വികാസ മേഖലകളിലുണ്ടായിരുന്ന പരിമിതികളുടെ എണ്ണം കൂടുകയും കുഷ്ഠരോഗിയും ആസിഡിന് ഇരയായവർ തുടങ്ങിയവരെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ PWD ആക്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ സംഖ്യകളുടെ സങ്കലനം പഠിപ്പിച്ച ശേഷം ഗുണനം അവതരിപ്പിച്ചു. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ സഹായിക്കുന്നത്. അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ സംഖ്യകളുടെ സങ്കലനം പഠിപ്പിച്ച ശേഷം ഗുണനം അവതരിപ്പിച്ചു. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ സഹായിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? അധ്യാപകൻ കുട്ടികളെ ആദ്യം സംഖ്യകളുടെ സങ്കലനം അല്ലേ? എന്താണ് സങ്കലനം? കൂട്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു. അതിനുശേഷം ഗുണനം പഠിപ്പിച്ചു. ആദ്യം സങ്കലനം കൂട്ടാൻ പഠിപ്പിച്ചതിന് ശേഷം ഗുണനം അവതരിപ്പിക്കുന്നത്. സങ്കലനത്തിന് ശേഷമാണ് ഗുണനം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ന്യൂനസംക്രമണം, ശൂന്യസംക്രമണം, അധിക സംക്രമണം, ദ്വിപാർശ്വ സംക്രമണം. ഏതാണ് വരിക? ഇത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അഥവാ പഠന സംക്രമണം എന്ന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. ഏതൊക്കെ തരത്തിലുള്ള സംക്രമണമുണ്ട്? പോസിറ്റീവ് ട്രാൻസ്ഫർ അഥവാ അധിക സംക്രമണം, നെഗറ്റീവ് ട്രാൻസ്ഫർ ന്യൂന സംക്രമണം, സീറോ ട്രാൻസ്ഫർ ശൂന്യ സംക്രമണം. അധിക സംക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് പഠിച്ച കാര്യം മറ്റൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അനുകൂലമാവുകയോ അതായത് സഹായകമാവുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധിക സംക്രമണമാണ്. ഒരു എക്സാമ്പിൾ, നന്നായിട്ട് സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന കുട്ടിക്ക് ബൈക്ക് പഠിക്കാൻ ഈസിയാണെന്ന് പറയുന്നില്ലേ? അത് തന്നെ കാര്യം. മുമ്പ് പഠിച്ച കാര്യം മറ്റൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അനുകൂലമായിട്ടോ സഹായകമായിട്ടോ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതാണ് അധിക സംക്രമണം.
അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി, അധിക സംക്രമണം. കാരണം എന്താണ്? ഇവിടെ അധ്യാപകൻ കുട്ടിക്ക് ആദ്യം സങ്കലനം പഠിപ്പിക്കുന്നു, അതിനുശേഷമാണ് ഗുണനം അവതരിപ്പിക്കുന്നത്. അപ്പം ഈ പഠിപ്പിച്ച സങ്കലനം ഗുണനം ചെയ്യുമ്പോൾ അനുകൂലമായിട്ട് അല്ലെങ്കിൽ സഹായകമാവുന്നുണ്ട് അല്ലേ? അനുകൂലമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അധിക സംക്രമണമാണ് ആൻസർ. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഋണാത്മക പ്രബലനത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഒന്നുകൂടെ വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഋണാത്മക പ്രബലനത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. ഗൃഹപാഠം ചെയ്തു വരാത്ത കുട്ടികൾക്ക് ഇംപോസിഷൻ നൽകി. ഓപ്ഷൻ ബി, തലേ ദിവസം അവധിയായിരുന്ന കുട്ടികൾക്ക് അധിക ഗൃഹപാഠം നൽകി. അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇംപോസിഷൻ ലഭിക്കാതിരിക്കുവാൻ എല്ലാ കുട്ടികളും ഗൃഹപാഠം ചെയ്തു. ഓപ്ഷൻ ഡി കൂടെയുണ്ട്, അത് ഇതിൽ സ്പേസ് ഇല്ലാത്തത് കൊടുക്കാത്തതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഞാൻ വായിക്കാം. പ്രധാന അധ്യാപകന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഗൃഹപാഠം ചെയ്യാത്ത കുട്ടികളെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിൽ നിന്നും പുറത്താക്കി. ഇത് ഏത് ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? പ്രബലനം അഥവാ റെയിൻഫോഴ്സ്മെന്റ് അല്ലേ? റെയിൻഫോഴ്സ്മെന്റ് 2 തരമുണ്ട്. ധനപ്രബലനം പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്, ഋണപ്രബലനം അഥവാ ഋണാത്മക പ്രബലനം നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് അല്ലേ? ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇംപോസിഷൻ ലഭിക്കാതിരിക്കുവാൻ എല്ലാ കുട്ടികളും ഗൃഹപാഠം ചെയ്തു. അതെങ്ങനെയാ വരിക? ഋണപ്രബലനം അഥവാ ഋണാത്മക പ്രബലനം എന്ന് പറഞ്ഞാൽ റിമൂവിങ് അൺപ്ലസന്റ് സിറ്റുവേഷൻ, അതായത് അഭിലഷണീയമായ അതൃപ്തികരമായ ഒരു ചോദ്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി നിർദ്ദിഷ്ട വ്യവഹാരത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഋണപ്രബലനം. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമായോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് വായിക്കാം. എ, ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അവബോധം. ഓപ്ഷൻ ബി, ഒറ്റപ്പെട്ട സാഹചര്യവുമായി പൊരുതാനുള്ള കഴിവ്. ഓപ്ഷൻ സി, കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുമുള്ള മനോഭാവം. ഇവിടെ ലക്ഷണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയിൽ എന്തെല്ലാം ഗുണങ്ങൾ കാണാൻ കഴിയുന്നു നോക്കാം. വിട്ടുവീഴ്ച മനോഭാവം, അയവുള്ള പെരുമാറ്റ രീതികൾ, കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ബോധം, പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, പ്രതിപക്ഷ ബഹുമാനം, ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, സ്വയം ബഹുമാനിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനുമുള്ള കഴിവ്, ലക്ഷ്യബോധം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി, കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുമുള്ള മനോഭാവം. സമയോജന പഠിതാവിൻ്റെ ലക്ഷണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ലോകത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അവബോധം ഉണ്ടായിരിക്കും അല്ലേ? ഒറ്റപ്പെട്ട സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ട്. എന്നാൽ ഓപ്ഷൻ സി, കുറ്റം കണ്ടെത്താനും നിരൂപണം നടത്താനുമുള്ള മനോഭാവം ആർക്കില്ല? സമായോജന പഠിതാവിന് ഇല്ല. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളിൽ പെടാത്തതാണ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ, അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുമേഷ് എന്ന കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക സിദ്ധാന്തപ്രകാരം ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുക? ഒന്നുകൂടെ വായിക്കാം. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുമേഷ് എന്ന കുട്ടി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക സിദ്ധാന്തപ്രകാരം ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുക? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ എല്ലാ തിയറീസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അവസാനം പഠിച്ച തിയറിയാണ് ഇത്. ഈ പോർഷൻസ് നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഇവിടെ ആൻസർ എന്താണ് വരിക?
ഓപ്ഷൻ എ നിർലീന ഘട്ടം, ലേറ്റൻസി സ്റ്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ലേറ്റൻസി സ്റ്റേജ് അഥവാ പ്യൂബർട്ടി നിർലീന ഘട്ടത്തിലാണ് വരുന്നത്. കുട്ടികൾ ഔപചാരിക വിദ്യാഭ്യാസം നേടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ എ നിർലീന ഘട്ടം. അപ്പം നമ്മൾ ഫെബ്രുവരി 2020 കാറ്റഗറി 1 മുഴുവൻ ക്വസ്റ്റ്യൻസും കേട്ടിട്ടിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ അതും കൂടെ കാണുക. നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് 30 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ കണ്ടു നോക്കുക. അതുപോലെ സൈക്കോളജിയുടെ ക്ലാസ്സുകൾ കാണാത്തവർ അതും കൂടെ കാണുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ മറ്റൊരു ക്ലാസ്സായിട്ട് കാണാം.